വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയുടെ ദേഷ്യത്തിലൊക്കെ ശാലിനി സംസാരിക്കുന്നത് കുറച്ച് പുറകിൽ നിന്ന് വിഷ്ണു ആണെങ്കിൽ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പേരോട് ഉത്തരം പറയേണ്ടി വരും, എൻ്റെ ജോലി ബാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നിലവിളക്കം പിടിച്ച് കയറേണ്ടത് നീയാണ്, അപ്പോൾ പിന്നെ വേറെ ആര് കയറും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സത്യാമ്മയുടെ മരുമകൾ കയറിയാൽ പോരെ, അപ്പോൾ ശ്യാമ അവിടെ ഉണ്ടല്ലോ, ശ്യാമ എങ്ങ് കയറിക്കോളും, പിന്നെ എന്നേക്കാളും അല്ലെങ്കിലും കൂടുതൽ താല്പര്യം സത്യാമ്മയ്ക്ക് ശ്യാമയെ തന്നെയാണ്, സത്യാമ്മയുടെ താമസിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയതും അവൾക്ക് തന്നെയാണ്, എന്നെ അങ്ങ് വെറുതെ വിട്ടേരെ, ഈ കാര്യം പറഞ്ഞ് എന്നെ അമ്മ വിളിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം വിഷ്ണു അത് വിഷമത്തോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ആകെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ച് നിൽക്കിയിരിക്കുമ്പോൾ വിഷ്ണു വരുന്നുണ്ട്. തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു അല്ലേ, എന്നാലും എനിക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മ എന്നെ ഒരിക്കലും തള്ളിക്കളഞ്ഞതാണ്, ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അനുവിനെ ശാരദാമ്മയോട് ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മ നിന്നെ ഉദ്ദേശിച്ചാണ് സത്യാമ്മ ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്കിൽ എന്തുകൊണ്ട് സത്യാമ്മ എന്നോട് നേരിട്ട് പറയുന്നില്ല, സത്യാമ്മയുടെ ഉള്ളിൽ കള്ളമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അതിനുശേഷമാണ് വിഷ്ണു സംസാരിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എനിക്ക് നാളെ ചടങ്ങിൽ അതിൽ പങ്കെടുക്കേണ്ടതായിട്ടൊരു എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ ഞാൻ പോയില്ലെങ്കിൽ ജോലി ബാധിക്കുന്ന കാര്യമാണ്, അത് കളഞ്ഞിട്ട് ഞാൻ വരണമെന്നാണോ വിഷ്ണുവേട്ടൻ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ഞാൻ പറയുന്നില്ല, അതെനിക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ, പക്ഷേ അതിനിടയിൽ സന്തോഷവും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത്, പിന്നെ എൻ്റെ അമ്മയെ തനിക്ക് തൻ്റെ അമ്മയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് താൻ വരാത്തതും, എന്തായാലും ഞാനും മോളും പോകുന്നുണ്ട്, പിന്നെ ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ആകെ ദേഷ്യം കൊണ്ടും കൂടി ഫയലൊക്കെ ഇങ്ങോട്ട് അവിടെ ഇട്ടിട്ട് ചാടി എഴുന്നേക്കുകയാണ്. അന്നേരം എന്നെ സത്യാമ്മ ഒരിക്കൽ തള്ളിക്കളഞ്ഞതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ അമ്മ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മോളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സാധനങ്ങൾ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ കൂടെ കൊണ്ട് നടക്കുന്നതും ആ മാറ്റം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മനുഷ്യരെല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ലല്ലോ, അത് എൻ്റെ അമ്മ ആയതുകൊണ്ടാണ് തനിക്ക് മനസ്സിലാകാത്തത്, എൻ്റെ പ്രസവിച്ച എൻ്റെ അമ്മ, അതുകൊണ്ട് ആ അമ്മയുടെ മാറ്റങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാലിനി വിഷ്ണു ഒരു വഴക്കുന്ന പോലെ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. പക്ഷേ ശാലിനി ആണെങ്കിൽ എതിർത്തും പറയുന്നുണ്ട്, വിഷ്ണുവിനെ എതിർത്തും പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആകെ ദേഷ്യപ്പെട്ട് അത്രയും പറഞ്ഞിട്ട് താൻ തൻ്റെ അമ്മയെ അങ്ങനെ എൻ്റെ അമ്മയെ തൻ്റെ അമ്മയായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് തനിക്ക് വരാൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ നാളത്തെ ചടങ്ങിൽ ആ മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒഴിവോ എല്ലാം ഒക്കെ പറഞ്ഞിട്ട് തനിക്ക് മാറി നിൽക്കാവുന്നേ ഉള്ളൂ, പക്ഷെ താനത് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അമ്മയെ മനസ്സിലാക്കാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശാലിനി ആകെ ദേഷ്യത്തിൽ ഇരിക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീടാണ് കാണിക്കുന്നത്. വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പൂജയൊക്കെ നടക്കുകയാണ്. വാതിൽ വെളിയിൽ നിന്ന് ഇങ്ങനെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. പൂജയൊക്കെ കഴിഞ്ഞാണ് അകത്തേക്ക് നിലവിളക്കമായിട്ട് ശാലിനി കയറണം എന്നുള്ളതാണ്. അന്നേരം രാഘവൻ നായർ, സത്യഭാമയും പിന്നെ രാഘവൻ നായരും പിള്ളയും പൊന്നിയും ശ്യാമയും രോഹിത്തും കമലനും പപ്പി എല്ലാവരും ഒക്കെ ഉണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ പതിയെ ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. അന്നേരം ഇത് ശാലിനി അവരെന്താ വരാത്തത് എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം അത് തന്നെയാണ് സാറേ ഞാനും ആലോചിക്കുന്നത്. പിന്നെ ഗണപതി ഹോമം കഴിഞ്ഞപ്പോൾ സർവൈശ്വരി പൂജയാണ് നടക്കുന്നത്, അത് കഴിഞ്ഞാൽ വീടിൻ്റെ പിന്നെ മരുമകൾ നിലവിളക്കുമായി അകത്തേക്ക് കയറണമെന്നാണ്. സത്യാമ്മ വളരെ പ്രതീക്ഷയിലാണ്, പൂജ കഴിയുന്നതിന് മുമ്പേ വരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് എന്ന് പറയുമ്പോൾ വരില്ലേ എന്നൊക്കെ പിള്ളയെ സംശയം പറയുകയാണ്. അന്നേരം പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ എല്ലാം വിധി പോലെ അനുഭവിക്കാനുള്ള യോഗം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രാഘവൻ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശാരദാമ്മ ഓട്ടോയിൽ വരുന്നുണ്ട്. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു പൂജയൊക്കെ കഴിഞ്ഞ് കാണുമെന്ന്, ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഇല്ല, സർവൈശ്വരി പൂജ നടക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി എത്തിയില്ലേ എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. അന്നേരം എന്തോ ഒഴിവാക്കാനകത്ത് മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പറയാവുന്ന രീതിക്കൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ വന്നില്ലേ, വീടിൻ്റെ മരുമകൾ വന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു ലക്ഷ്മി ദേവി എങ്ങനെയാണ് അകത്തേക്ക് കയറുന്നത്, ഐശ്വര്യന്മാരില്ലല്ലോ, അനുഭവിക്കാനുള്ള യോഗം ഇല്ല എന്നും പറഞ്ഞ് രാഘവൻ വിഷമിക്കുകയാണ്. അന്നേരം സത്യാമ്മ പൂജ തീരുന്നതിന് മുന്നേ ശാലിനി കുഞ്ഞ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന് പിള്ളയും പറയുന്നുണ്ട്. അന്നേരം ഞാൻ അകത്തോട്ടെന്നും പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ശാലിനി വന്നില്ലേ എന്നിങ്ങനെ സത്യാമ്മ ചോദിക്കുകയാണ്. അന്നേരം വരുമായിരിക്കും എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയെന്നും പറഞ്ഞ് മോളെ പിടിക്കുന്നുണ്ട്, പപ്പിക്കുട്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെ പപ്പിയെയും പിടിക്കുകയാണ്.
തുടർന്ന് തിരുമേനി പറയുന്നുണ്ട്, പൂജയൊക്കെ കഴിഞ്ഞു, ഇനി വീടിൻ്റെ പിന്നെ നായികയെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റണം. ഇപ്പോഴത്തെ ഗൃഹനാഥയാണെങ്കിൽ വിളക്ക് സിന്ദൂരമണിയിച്ച് വിളക്ക് കൊടുത്ത് ആമാടെ പെട്ടിയിൽ നിന്ന് താക്കോലെടുത്ത് കൊടുത്ത് അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ വീടിൻ്റെ നായിക വാതിൽ തുറക്കുമ്പോൾ ഗൃഹപ്രവേശം കഴിഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഓട്ടോ വരികയാണ്. അന്നേരം കമലം പറയുന്നുണ്ട്, ദേ ആശാൻ എത്തി, അപ്പോൾ ഏട്ടത്തിയമ്മയും കാണും എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയൊക്കെ പ്രതീക്ഷയോടെ നോക്കുകയാണ്, രാഘവൻ നായരും ഒക്കെ. പക്ഷേ ഓട്ടോയിൽ നിന്ന് വിഷ്ണുവും സത്യയും മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അന്നേരം രാഘവൻ നായരുടെ മുഖം മാറുകയാണ്. അന്നേരം സത്യപിള്ളയോടൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അന്നേരം ശാലിനി വരില്ലേ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛ, അവൾ വരില്ല, പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ട്, കളക്ടർ മുന്നിൽ നിന്ന് നടത്തേണ്ട പരിപാടിയാണ്, അപ്പോൾ പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് വരാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം അവളെ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമയാണെങ്കിൽ സത്യമോളെ ഇങ്ങ് കയറി വന്നേന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അങ്ങോട്ടത്തേക്ക് ചെല്ലുക, അമ്മ വിളിക്കുന്നുണ്ടല്ലേ, ഇപ്പോൾ പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. അന്നേരം സത്യമാണെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പം മോളെയെന്നും പറഞ്ഞ് സത്യഭാമയാണെങ്കിൽ ചേർത്ത് പിടിക്കുകയാണ്. അമ്മ വന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ ഭാമയുടെ മുഖം അങ്ങ് സങ്കടമാവുകയാണ്. അന്നേരം പപ്പി എന്ന് പറഞ്ഞ് പപ്പി സത്യയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ഇനി ചടങ്ങ് ആരംഭിക്കാമെന്ന് പറഞ്ഞ് തിരുമേനി അടുത്ത താക്കോൽ കൊടുക്കുന്ന നിലവിള കൊടുക്കുന്ന പൂജ തുടങ്ങാൻ പോകുമ്പോൾ ഭാമയ്ക്ക് രാഘവൻ നായരൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്ന, അകത്തേക്ക് വന്നിങ്ങനെ വിഷ്ണുവിനെ വിഷ്ണു വാ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം അമ്മയുടെ ആ സ്നേഹത്തോടെ വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു രാഘവൻ നായരും പിള്ളയൊക്കെ ആയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ശാരദാമ്മ മനസ്സിൽ കരുതുകയാണ്, മോളെ നിനക്ക് വേണ്ടി ഇത്രയും എല്ലാവരും ഒരുങ്ങി ഇത്രയൊക്കെ ചടങ്ങ് നടക്കുമ്പോൾ നീ എന്തിനാ എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ശാരദാമ്മ മനസ്സിൽ കരുതുന്നുണ്ട്. ഇനി നിലവിളക്ക് കൊടുത്ത വീടിൻ്റെ ഐശ്വര്യദേവതയെ അകത്തേക്ക് കയറ്റാമെന്നിങ്ങനെ തിരുമേനി പറയുന്നുണ്ട്. ചടങ്ങുകൾ ആരംഭിക്കുക, ഇനിയും സമയം വൈകിയാലും മുഹൂർത്തം കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, നിലവിളക്കുമായി അകത്തേക്ക് കയറേണ്ടത് മൂത്ത മരുമകളായിരുന്നു, പക്ഷേ ജോലി സംബന്ധമായ കാര്യം കാരണം എത്താൻ പറ്റിയില്ല എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ അടുത്ത വഴി ആലോചിക്കാം, ഈ കുട്ടിയും മരുമകളല്ലേ, ചിലപ്പോൾ ഈ കുട്ടിക്കായിരിക്കും ഐശ്വര്യദേവതയെ അകത്തേക്ക് ഇരുത്താനുള്ള പിന്നെ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്, അത് അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് ഇങ്ങനെ ആകെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം പിന്നെ വീടിൻ്റെ നായിക സിന്ദൂരം അണിയിക്ക് ആദ്യം, പിന്നീട് പുടവ കൊടുക്കണം, പിന്നീട് താക്കോല് കൊടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങോട്ട് വന്ന് ഭാമ വിളിക്കുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ ചോദിച്ച് നോക്കുമ്പോൾ ചെല്ലുമെന്ന് പറയുകയാണ്. തുടർന്ന് പിന്നെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയുമ്പോൾ തിരുമേനി പറയുമ്പോൾ അതിൻ്റെ മധ്യത്തായിട്ട് ശ്യാമ നിൽക്കുന്നുണ്ട്. അന്നേരം തിരുമേനി ഇങ്ങനെ സിന്ദൂരം എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ശ്യാമ ആകെ ഉത്സാഹത്തിൽ നിൽക്കുകയാണ്. അന്നേരം സത്യഭാമയാണെങ്കിൽ ആ സിന്ദൂരം എടുത്ത് ശ്യാമയുടെ നെറ്റിയിലേക്ക് ഇടുന്ന ആ ടൈമിൽ ശാലിനിയുടെ വണ്ടി ഇങ്ങനെ മുറ്റത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അന്നേരം അതിൽ നിന്ന് ശാലിനി ഇങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അന്നേരം ഹായ് അമ്മ എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം കയറി വാ മോളെ എന്നിങ്ങനെ രാഘവൻ നായർക്ക് ആകപ്പാടെ സന്തോഷം. രാഘവൻ നായർ വിളിക്കുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ നടന്നകത്തേക്ക് കയറുമ്പോൾ വിഷ്ണുവിനാണ് അതിനേക്കാൾ സന്തോഷം. പിന്നെ വന്നു അല്ലേ എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അന്നേരം വരാതിരിക്കാനായില്ല എന്നിങ്ങനെ തിരിച്ച് ശാലിനിയെ മനസ്സിൽ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശ്യാമയെ നീ അങ്ങോട്ട് മാറി നില്ല് എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരം ശ്യാമയുടെ മുഖം ആകപ്പാടെ വിഷമമാവുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിലേക്ക് പിടിച്ച് സത്യഭാമ അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമയുടെ മുഖത്തെ വിഷമം, രോഹിത് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ പോയി വല്ലാതെ അങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം സിന്ദൂരമാണെങ്കിൽ സത്യഭാമയാണെങ്കിൽ ശാലിനിയുടെ നെറ്റിയിലേക്ക് ഇടുന്നുണ്ട്. ശാലിനി എല്ലാവരും അങ്ങനെ ആകെ സന്തോഷത്തിലാണ്, വിഷ്ണു അതിനേക്കാൾ സന്തോഷത്തിൽ. അന്നേരം ഇനി പുടവ കൊടുക്കുന്ന ചടങ്ങാണ് എന്ന് പറയുമ്പോൾ തിരുമേനി എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് സത്യഭാമയാണെങ്കിൽ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ശാലിനി അത് പൊന്നിയുടെ കയ്യിലേക്ക് കൊടുത്ത് പൊന്നിയങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി കിണ്ടിയും വെള്ളവും ഒരാളെടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ശ്യാമയെ നോക്കുകയാണ്. പക്ഷേ ശ്യാമ പെട്ടെന്ന് തറയിലേക്ക് നോക്കുകയാണ്, മുഖം തിരിച്ച് കളയുന്നുണ്ട്. അന്നേരം രോഹിത് അത് മനസ്സിലാവുന്നുണ്ട്. ഞാനെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് രോഹിത് കിണ്ടിയും വെള്ളം എടുക്കുകയാണ്. വെള്ളം തളിച്ച് ശുദ്ധമാക്കിയിട്ടാണ് അകത്തേക്ക് കയറുന്നതെന്ന് രോഹിത്തിനോട് പറയുമ്പോൾ അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് സത്യമ്മ നിലവിളക്ക് കൊടുത്തതിന് ശേഷം ആമാടെ പെട്ടിയിൽ നിന്ന് താക്കോലെടുത്ത് കതക് തുറക്കുമ്പോൾ നിലവിളക്കുമായിട്ട് ലക്ഷ്മി ദേവി ഐശ്വര്യ ദേവതയായിട്ട് കയറണമെന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ സത്യഭാമയ്ക്ക് നിലവിളക്കെടുത്ത് തിരുമേനി കൊടുക്കുന്നുണ്ട്. അത് സത്യഭാമ ശാലിനിയുടെ കൈകളിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കുകയാണ്. ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇനി താക്കോലെടുത്ത് തുറക്കാൻ പറയുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ തുറക്കാനായിട്ട് പോകുമ്പോൾ ശ്യാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ നിൽക്കുകയാണ്. ശ്യാമ രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നല്ല തലവേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയണം ഇതിപ്പോൾ കഴിയും, അവിടെ നിൽക്കുമെന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ ആഗ്രഹിച്ചതുപോലെ നടന്നു, മരുമകൾ കറക്റ്റ് സമയത്ത് എത്തിയെന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട്. തുടർന്ന് ആ മോളേന്ന് ഇങ്ങനെ ശാലിനി അങ്ങ് സ്നേഹത്തോടെ സത്യഭാമ വിളിക്കുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ വാതിലിങ്ങനെ തുറക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയുടെ അകത്തേക്ക് വലതുകാലി വെച്ച് കയറാനായിട്ട് പറയുകയാണ്. ശാലിനി ഇങ്ങനെ വിളക്കുമായിട്ടൊന്ന് വീടിനകത്തേക്ക് ഇങ്ങനെ നോക്കിയാകെ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അങ്ങനെ തിരുമേനി പറയുന്നുണ്ട്, വലതുകാലി
വെച്ച് കയറിക്കോളാം. തുടർന്ന് ശാലിനി വലതുകാല് വെച്ച് അകത്തേക്ക് കയറുന്നു. എന്നാലും ഇനി എല്ലാവരും കയറിക്കോളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ ഇങ്ങനെ ആകെ സന്തോഷത്തിൽ അത് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ശ്യാമ മാത്രം അകത്തേക്ക് കയറുന്നില്ല. ശ്യാമ ഇങ്ങനെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറുന്ന ശാലിനി ഇങ്ങനെ ടീപ്പോയിൽ വെക്കാനായിട്ട് സത്യഭാമൻ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെയാണ് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. വിഷ്ണു ഇങ്ങനെ ആകെ സന്തോഷത്തോടെ ശാലിനിയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, വാതിൽക്കൽ നിന്നുണ്ട്. എന്നിട്ട് വിഷ്ണു അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം നിലവിളക്ക് അവിടെ വെക്കുന്നുണ്ട്. ഇനി ഈ വീട്ടിൽ സന്തോഷം ഐശ്വര്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. ഓരോ മുറികളിലും കയറി ഇറങ്ങി പ്രാർത്ഥിച്ചുകൊള്ളുക, ഐശ്വര്യവും എല്ലാം ഉണ്ടാകാൻ, കലഹങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, രാഘവേട്ടൻ ഇപ്പോൾ സന്തോഷമായില്ലേ? അന്നേരം എനിക്ക് മാത്രമല്ല ഭാമ, എല്ലാവർക്കും സന്തോഷമായി എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അതിനുശേഷം ഭാമയാണെങ്കിൽ ശാലിനിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോള് കറക്റ്റ് സമയത്ത് തന്നെ എത്തി, സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഭാമയ്ക്കും കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെയാണ് നോക്കുന്നത്. അന്നേരം വിഷ്ണുവിനും കണ്ണു നിറയുന്നുണ്ട്, ശാലിനിക്കും കണ്ണു നിറയും. പക്ഷേ ഈ ഒരു സന്തോഷങ്ങളുടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വിഷ്ണു തന്നെയാണ്. ശാലിനിയെ ഭാമ അവിടെ അംഗീകരിക്കുന്നത് കണ്ടിട്ട് ശാരദാമ്മയ്ക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട ആകെ ദേഷ്യത്തിൽ വെളിയിൽ തന്നെ ഇങ്ങനെ കരി കയറി ശ്യാമ നിൽക്കുകയാണ്. അന്നേരം ചടങ്ങ് അങ്ങോട്ട് നടക്കുമ്പോൾ കുരവയൊക്കെ ആകാം, പിന്നെ ഐശ്വര്യമായൊരു ചടങ്ങല്ലേ എന്നൊക്കെ തിരുമേനി പറയുമ്പോൾ ശാരദാമ്മ എല്ലാവരും ഒക്കെ കുരയിടുമ്പോൾ ഈ കമല അങ്ങോട്ട് കുരവിടുന്നുണ്ട്. അന്നേരം അറിയാവുന്നവർ ചെയ്യും, മതിയാക്കടാന്നിങ്ങനെ വിഷ്ണു വെറുതെ തമാശ ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിലവിളക്ക് കൊണ്ട് കയറുമ്പോഴാണ്. അതിനുശേഷമാണെങ്കിൽ പൊന്നി ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം കമലിനിങ്ങനെ ഇലയുമായിട്ട് കയറി വരികയാണ്. അന്നേരം എല്ലാം വെട്ടി ക്ലീൻ ആക്കിയില്ലേന്ന് ചോദിക്കുമ്പോൾ എല്ലാം വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇനി ഇല ഇട്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റിനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട്, കമല നീ എവിടെ ആയിരുന്നു? അന്നേരം അവരൊക്കെ ഇത് കഴിക്കാനിരുന്നു എന്ന് പറയുമ്പോൾ ഇനി ഇല ഇട്ടാൽ മാത്രം മതി, വിളമ്പാനുള്ള എല്ലാം ഇങ്ങ് എടുത്തോ എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വിഷ്ണുവും കമലിനും പൊന്നിയൊക്കെ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഇവിടെ ഇലയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിളമ്പുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. അന്നേരം ഭാമയാണെങ്കിൽ ഇങ്ങനെ സത്യമോൾക്ക് വാരി കൊടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിങ്ങനെ ക്ഷാമദേഷ്യത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. പപ്പിയാണെങ്കിൽ കഴിക്കാതെ ഇങ്ങനെ വിഷമിച്ച് നോക്കിയിരിക്കുകയാണ്. ശാരദാമ്മയും രാഘവനും ബാക്കി എല്ലാവരും അങ്ങ് വളരെ സന്തോഷത്തിൽ. വിഷ്ണു ശാലിനി ഇരിക്കുന്ന കാണിക്കുന്നില്ല, അതിനിയായിരിക്കും, ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ശ്യാമയുടെ വിഷമം അവിടെ കുറേശ്ശെ ശാരദാമ്മയും രോഹിത്തും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമേന് രോഹിത്തിനോട് പറയുകയും ചെയ്യും ഇവിടെ അധികപ്പറ്റാകുമെന്നുള്ളത്. ഇനി റൂമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ശ്യാമയ്ക്ക് കൂടുതൽ ദേഷ്യമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനോടകം ഇനി ശാലിനിക്ക് എന്തോ ഒരു ചെറിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. അതോടുകൂടിയാണെന്ന് തോന്നുന്നു പപ്പിയും മകളാണ് എന്നുള്ളത് അവിടെ സത്യഭാമ അറിയുന്നത്. അതൊക്കെ എന്താണെന്ന് നോക്കാം. എന്തായാലും ഒരു സ്പീഡിനുള്ളൊരു എപ്പിസോഡായിട്ടാണ് ഇത് കാണിച്ചത്, ലാഗൊന്നും ഇല്ലാതെ. ഓക്കെ, വീഡിയോ ഇഷ്ടമാകുന്നത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും TV-യിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ തവണ സെക്കൻഡ് പൊസിഷനിലായിരുന്നു കുടുംബശ്രീ ശാരദ. TV-യിൽ കാണുമ്പോൾ റേറ്റിംഗ് കൂടും. ഓക്കെ, താങ്ക് യു.